Good morning, students. Do you remember where we have stopped the class? Which lesson? Yes, Tolstoy farm. Do you remember that? Which are the points to remember in the first paragraph? Tolstoy farm was the first ashram initiated and administered by Mahatma Gandhi during his South African life in 1910. Tolstoy farm had many inmates: Hindus, Muslims, Christians, Parsis, and people from different nationalities lived in Tolstoy farm. Gandhiji made provisions to introduce education to all the children in the farm. There are so many people in that farm, and there are so many children also. Gandhiji's lack of faith in formal education, unavailability of teachers, lack of funds, and his deep desire to implement his educational method paved the way for the introduction of new educational principles in the Tolstoy farm. എന്താണ് നിലനിന്നിരുന്ന എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടും പിന്നെന്താണ് അൺഅവൈലബിലിറ്റി ഓഫ് ടീച്ചേഴ്സ്, ടീച്ചർമാരെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടും, ലാക്ക് ഓഫ് ഫണ്ട്സ് അഥവാ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് സാലറി കൊടുക്കാൻ വേണ്ട ഫണ്ട് ഇല്ലാത്തത് കൊണ്ടും, പിന്നെന്താണ് ഹിസ് ഡീപ് ഡിസയർ ടു ഇംപ്ലിമെന്റ് ഹിസ് എഡ്യൂക്കേഷണൽ മെത്തേഡ്, തന്റേതായ എഡ്യൂക്കേഷണൽ മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന ആഗ്രഹമുള്ളത് കൊണ്ടും പുതിയ ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം നിലവിൽ വന്നു. ഈ ഫാമില് പുതിയൊരു എഡ്യൂക്കേഷണൽ സിസ്റ്റം നിലവിൽ വന്നു. As the farm occupied large community, it had many initial struggles. ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള വിഷമം, അവർക്ക് ഭക്ഷണം കൊടുക്കണം, അവരുടെ കാര്യങ്ങളെല്ലാം നടത്തണം, ഫണ്ട് കുറവാണെന്നും പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ സ്റ്റേജില് ഒരുപാട് സ്ട്രഗിൾസ് അവർക്ക് അനുഭവിക്കേണ്ടി വന്നു. He regarded the farm as a family. Gandhiji intimately involved with them as a father figure. അല്ലെ, എല്ലാവർക്കും ഒരു അച്ഛന്റെ പ്രതിരൂപമായിരുന്നു ഇവിടെ മഹാത്മാഗാന്ധി. കാരണം എല്ലാ കാര്യങ്ങളും മഹാത്മാഗാന്ധിയാണ് ചെയ്തു കൊടുക്കുന്നത്. ഗാന്ധിജി റിഗാർഡഡ് ക്യാരക്ടർ ഫോർമേഷൻ ആസ് ദ ഫൗണ്ടേഷൻ ഫോർ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ എന്ത് വേണമെന്നാണ് ഗാന്ധിജിയുടെ ഐഡിയ? ക്യാരക്ടർ ഫോർമേഷൻ, ആദ്യം നമ്മുടെ സ്വഭാവ രൂപീകരണം, അതായിരിക്കണം എഡ്യൂക്കേഷന്റെ അടിസ്ഥാനം. He instilled the values of honesty, kindness and moral education. He encouraged the inmates to do a pure and proper culture. He gave emphasis to the growth of spiritual and intellectual development for the inmates. കൂടുതൽ ഊന്നൽ കൊടുത്തത് എന്തിനാണ്? ഗ്രോത്ത് ഓഫ് സ്പിരിച്വൽ ആൻഡ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്. Now we have to go through the text. Listen to the text. Page number 62. The conception, no doubt, was not without its flaws. Conception means idea. The idea, no doubt, was not without its flaws. Flaws means mistakes. പുതിയ ഐഡിയയ്ക്ക് ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. All the young people had not been with me since their childhood. അല്ലെ, മഹാത്മാഗാന്ധിയോടൊപ്പം ചെറുപ്പം മുതൽ ഉണ്ടായിരുന്നവരല്ല ഇവരൊന്നും. ഒരുപാട് മുതിർന്നവരും അതില് ഉൾപ്പെടുന്നു. അപ്പൊ അവരുടെ ചെറുപ്പകാലം ഒന്നും ഗാന്ധിജിയുടെ കൂടെ ആയിരുന്നില്ല എന്ന് പറഞ്ഞാൽ ആദ്യം തൊട്ടേ അറിയുന്നവരല്ല. They had been brought up in different conditions and environments. അല്ലെ, different environments.
വിവിധ ചുറ്റുപാടുകളിൽ വളർന്ന ആളുകളാണ്. And they did not belong to the same religion. ഒരേ മതത്തിൽ വിശ്വസിക്കുന്നവരുമല്ല. How could I do full justice to the young people thus circumstanced, even if I assumed the place of paterfamilias? Paterfamilias, head of the family. എന്ന് പറഞ്ഞാൽ ഒരു ഫാദർ ഫിഗർ ആയിട്ട് ഞാൻ നിന്നെങ്കിലും എങ്ങനെ ഇവരെല്ലാം ഈ ഒരു കൊടക്കീഴിൽ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് യാതൊരു ഉറപ്പുമില്ല. എങ്ങനെ കൊണ്ടുപോകും എന്ന് അറിയില്ല. But I had always given the first place to the culture of the heart, or the building of character. And as I felt confident that moral training could be given to all alike, no matter how different their ages and their upbringing. എന്തായാലും കൾച്ചറൽ ആയിട്ടുള്ള എല്ലാ പഠിപ്പും അവർക്ക് കൊടുക്കാൻ എനിക്ക് ഒരുപോലെ, എല്ലാവർക്കും ഒരുപോലെ കൊടുക്കാൻ എനിക്ക് സാധിക്കുമെന്ന് അറിയാം. കാരണം ഇപ്പൊ എല്ലാവരും ഒന്നിച്ചാണ്. ഇവിടുന്ന് അങ്ങോട്ട് എല്ലാവർക്കും ഒരുപോലെയുള്ള വിദ്യാഭ്യാസം നൽകാൻ സാധിക്കും, കൾച്ചറൽ ആയാലും ലിറ്ററൽ ആയാലും. I decided to live amongst them all the 24 hours of the day as their father. അങ്ങനെ ഞാൻ അവരുടെ ഫാദർ എന്ന പോലെ അവരുടെ ഇടയിൽ 24 hours അവർക്ക് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചു. I regarded character building as the proper foundation for their education. Character building ആണ് ആദ്യം നമ്മളെ സ്വഭാവ രൂപീകരണമാണ് നടക്കേണ്ടത് എന്ന് വിശ്വസിച്ചു. If the foundation was firmly laid, ആ ഫൗണ്ടേഷൻ ഉറപ്പിച്ചു കഴിഞ്ഞാൽ, I was sure that the children could learn all the other things themselves or with the assistance of friends. ക്യാരക്ടർ രൂപപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ളതെല്ലാം അവർ സ്വയം അല്ലെങ്കിൽ with the help of their friends അവർക്ക് പഠിക്കാൻ സാധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. But as I fully appreciated the necessity of a literary training in addition, religious ആയിട്ടുള്ള ട്രെയിനിങ് മാത്രമല്ല, ലിറ്ററലി എന്ന് പറഞ്ഞാൽ എന്താ? ലിറ്റററി, സാഹിത്യപരമായി പുസ്തകത്തിൽ നിന്നുള്ള ജ്ഞാനം. I started some classes with the help of Mr. Kallenbach and Shri Prabji Deshai. Nor did I underrate the building up of the body. ശരീരത്തിന് മാത്രമല്ല മനസ്സിനും എന്താണ് പ്രോഗ്രസ് ഉണ്ടാവണം എന്ന് ഞാൻ വിചാരിക്കുന്നു. This they got in the course of their daily routine. ശരീരത്തിന് എങ്ങനെ കിട്ടും? ഡെയിലി റുട്ടീൻസിൽ കൂടെ, അല്ലെ? നമ്മളോട് എല്ലാവരും പറയും കാലത്ത് എഴുന്നേറ്റ നടക്കാൻ പോകണം, അതല്ലെങ്കിൽ എന്തെങ്കിലും എക്സസൈസ് ചെയ്യണം എന്നൊക്കെ. അത് ഡെയിലി റുട്ടീൻ ആയി കഴിഞ്ഞാൽ നമ്മളുടെ ഫിസിക്ക് വളരെ എന്താണ് ഹെൽത്തി ആയി മാറും. This they got in the course of their daily routine, for there were no servants on the farm, and all the work from cooking down to scavenging എന്നല്ല, cleaning, unwanted things clean ചെയ്യുന്നത്, was done by the inmates. എന്തായിരുന്നു ആ എക്സസൈസ് അവർക്കുള്ളത്? ആശ്രമത്തിലെ എല്ലാ ജോലികളും അവിടുത്തെ ഇൻമേറ്റ്സ് തന്നെയാണ് ചെയ്തിരുന്നത്. പുറത്തു നിന്നുള്ള യാതൊരു ഹെൽപ്പും ഇല്ലാതെ അവിടുത്തെ ഇൻമേറ്റ്സ് തന്നെ ചെയ്യണം. പാചകം ചെയ്യൽ തൊട്ട് എന്താണ് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്ന പണി വരെ എല്ലാവരും ചെയ്തിരുന്നു. ഓരോരുത്തർക്കും ഓരോ ദിവസം അങ്ങനെ റുട്ടീൻ ആയിട്ടാണ് ചെയ്തിരുന്നത്, ഓരോ ഊഴം. There were many fruit trees to be looked after and enough gardening to be done as well. ഒരുപാട് ഫ്രൂട്ട്സ് ട്രീസ് വെച്ച് പിടിപ്പിച്ചിരുന്നു, അതുകൊണ്ട് തന്നെ ഗാർഡനിങ്ങും വലിയൊരു ജോലിയായിരുന്നു. Mr. Kallenbach was fond of gardening and had gained some experiences of his work in one of the governmental model gardens. Kallenbachന് എന്താണ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഗാർഡനിങ്ങില്.
കുറച്ചു കാലം ഗവൺമെന്റൽ മോഡൽ ഗാർഡൻസിൽ വർക്ക് ചെയ്തിരുന്നത് കൊണ്ട് ആ ഒരു ഫീൽഡിൽ അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ഒബ്ലിഗേറ്ററി ഓൺ ഓൾ യങ് ആൻഡ് ഓൾഡ് ഹു ആർ നോട്ട്. ഇറ്റ് വാസ് ഒബ്ലിഗേറ്ററി ഓൺ ഓൾ, ഒരാളുടെ മാത്രം കടപ്പാടല്ല ഇത് ചെയ്യണം എന്നുള്ളത്. എല്ലാവരും എല്ലാ ജോലിയും ചെയ്യണമെന്നായിരുന്നു അവിടുത്തെ നിയമം. ഇറ്റ് വാസ് ഒബ്ലിഗേറ്ററി ഓൺ ഓൾ യങ് ആൻഡ് ഓൾഡ് ഹു ആർ നോട്ട് എൻഗേജ്ഡ് ഇൻ ദ കിച്ചൺ ടു ഗിവ് സം ടൈം ടു ഗാർഡനിങ്. കിച്ചണിൽ പണി ചെയ്യാത്തവര് പകരം ഗാർഡനിൽ പണി ചെയ്യണം. The children had the lion's share of this work. ഈ ഗാർഡനിങ്ങില് ഭൂരിഭാഗവും കുട്ടികളാണ് പണി ചെയ്തിരുന്നത്, അധികം അധ്വാനമില്ലാത്ത പണിയായതുകൊണ്ട്. Which included digging pits, felling timber and lifting logs. അവിടെ നിന്ന് വിറകുണ്ടാക്കി കൊണ്ടുവരിക, കുഴികൾ കുഴിക്കുക, ഇതൊക്കെ അവരുടെ പണിയായിരുന്നു. This gave them ample exercise. Ample means enough. ഈ ജോലികൾ അവർക്ക് മതിയാവോളം എക്സസൈസ് കൊടുത്തു. They took delight in the work. അവരതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്തു. And so they did not generally need any other exercise or games. അതുകൊണ്ട് തന്നെ ഇതിനു പുറമെ വേറൊരു ഗെയിംസോ എക്സസൈസോ ഒന്നും അവർക്ക് വേണ്ടി വന്നില്ല. Of course, some of them and sometimes all of them malingered. Malingered means pretend to be ill to escape from the work. പറഞ്ഞാൽ തനിക്ക് തന്നിട്ടുള്ള വർക്കിൽ നിന്നും എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, തനിക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് കെടുക്കുക. സുഖമില്ലാതായിട്ടൊന്നുമല്ല, അഭിനയിക്കുക തന്റെ വർക്കിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. Malingered and shirked. Sometimes I connived at their plans. Connived means ignore. കണ്ടില്ലെന്ന് നടിക്കുക. പലപ്പോഴും ഞാനത് കണ്ടില്ലെന്ന് നടിച്ചു. അവരുടെ ജോബ്സ് ആയിട്ടാണ് അത് മഹാത്മാഗാന്ധി കണക്കാക്കിയത്. എന്ന് പറഞ്ഞാൽ മടിച്ചു കിടക്കുന്നത്, തന്റെ ജോലിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സുഖമില്ലെന്നും പറഞ്ഞ് കിടക്കുന്നത് അവരുടെ ഒരു ജോബ്സ് ആയിട്ട് കണ്ട് അതിന് നേരെ കണ്ണടച്ചു. ബട്ട് ഓഫൻ ഐ വാസ് സ്ട്രിക്റ്റ് വിത്ത് ദം. പക്ഷെ പലപ്പോഴും ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഐ ഡെയർ സേ ദേ ഡിഡ് നോട്ട് ലൈക്ക് ദ സ്ട്രിക്ട്നെസ്. എനിക്കറിയാം അവർക്ക് സ്ട്രിക്റ്റ് ആവുന്നത് ഇഷ്ടമല്ലാന്ന്. നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണ് അല്ലേ? ഒരു കളിയിലൂടെയാണ് പറയുന്നതെങ്കിൽ ആ ആളെ നമുക്ക് ഭയങ്കര ഇഷ്ടമാവും. സ്ട്രിക്റ്റ് ആയിട്ട് നോക്കി ഒരാൾക്കും അയാളെ ഇഷ്ടമാവില്ല. I would be by argument convince them that it was not right to play with one's work. ഒരിക്കലും ജോലി എടുക്കുന്ന സമയത്ത് കളിക്കാൻ നിൽക്കരുതെന്ന് ഞാൻ എപ്പോഴും പറയും. ജോലിയെ കളിയായി കാണരുതെന്ന്. The conviction would however be short-lived. അവരുടെ ആ എന്താണ് ദേഷ്യം കുറച്ചു നേരത്തിനേ ഉണ്ടാവാറുള്ളൂ. Would however be short-lived. The next moment they would again leave their work and go to play. എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ നിങ്ങളെ പോലെ തന്നെയാണ്. എന്തെങ്കിലും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചു നേരത്തിനേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ വീണ്ടും എന്താണ് പണ്ടത്തെ ചങ്കരൻ തെങ്ങുമ്പോ തന്നെ എന്ന് പറഞ്ഞ പോലെയാണ്. വീണ്ടും അവര് അതിൽ നിന്ന് സ്കിപ്പ് ആവാൻ ശ്രമിക്കുമായിരുന്നു. All the same we got along and at any rate they built up fine physics. എങ്ങനെയായാലും ഒരു ദിവസം സ്കിപ്പ് ചെയ്താലും പിറ്റേ ദിവസം ഗാന്ധിജി അവരെ കൊണ്ട് പണിയെടുപ്പിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ശരീരം നല്ല ആരോഗ്യമുള്ളതായി തീർന്നു. There was scarcely any illness on the farm. എന്താണ് വളരെ അപൂർവമായ ആളുകൾക്ക് അസുഖം ഉണ്ടായിരുന്നുള്ളൂ. എവിടെ? ഫാമിലുള്ള ആളുകൾക്ക്. Though it must be said that good air and water and regular hours of food were not a little responsible for this. എന്താണ്? നേരത്തിനുള്ള ഭക്ഷണം, വർക്ക്, എക്സസൈസ് എല്ലാം രോഗത്തിൽ നിന്നും മുക്തി നേടാൻ അവരെ സഹായിച്ചു. എന്നാണ് തുറസായ സ്ഥലം, നല്ല വൃക്ഷങ്ങളൊക്കെയുള്ള സ്ഥലം, നല്ല ശുദ്ധവായു ശ്വസിച്ച് വർക്ക് ചെയ്ത് ജീവിക്കുന്നത് കൊണ്ട് അധികം ആളുകളൊന്നും അങ്ങനെ രോഗം വന്ന് കിടക്കാറില്ല.
A word about vocational training. It was my intention to teach every one of the youngsters some usual manual vocation. For this purpose, Mr. Kallenbach went to a Trappist monastery and returned having learned shoemaking. I learned it from him and taught the art to such as were ready to take it up. എന്താണ് വൊക്കേഷണൽ ട്രെയിനിങ്? എന്താണ് വൊക്കേഷണൽ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അർത്ഥം? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ പഠിപ്പ് കഴിയുമ്പോഴേക്കും നമ്മൾക്ക് ഒരു ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും. നമ്മളുടെ പഠിക്കുന്നതിനോടൊപ്പം നമ്മൾ ഒരു തൊഴിലും കൂടി പഠിക്കുക. അതാണ് വൊക്കേഷണൽ ട്രെയിനിങ് എന്ന് പറയുന്നത്. It was my intention to teach every one of the youngsters some usual manual vocation. എന്തെങ്കിലും മെഷീൻ കൊണ്ടല്ല, നമ്മളുടെ കൈ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ജോലി കരവിരുദ്ധനുസരിച്ച്. അതുപോലെ എല്ലാവർക്കും ഒരു കഴിവുണ്ടാവും, അത് എൻറിച്ച് ചെയ്യേ വേണ്ടു. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ അവർക്ക് എന്താണ് ഈ പഠിപ്പ് കഴിയുമ്പോഴേക്കും എന്തെങ്കിലും ഒരു ജോലി അവർക്ക് ഏർപ്പെടാൻ സാധിക്കും. For this purpose, Mr. Kallenbach went to a Trappist monastery and returned having learned shoemaking. ഇതിനു വേണ്ടി എന്താണ് മിസ്റ്റർ കെലൻബാച്ച് ഒരു മൊണാസ്ട്രിയിൽ പോയി അവിടുന്ന് ഷൂ മേക്കിംഗ് പഠിച്ചു വന്നു. ഈ കെലൻബാച്ചിൽ നിന്നും മഹാത്മാഗാന്ധി അത് പഠിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മിസ്റ്റർ കെലൻബാച്ച് had some experience of carpentry and there was another inmate who knew it. എന്താണ് കുറച്ച് കാർപ്പൻട്രി എന്ന് പറഞ്ഞാൽ എന്താ? ആശാരിപ്പണി. കെലൻബാച്ചിന് കുറച്ച് ആശാരിപ്പണിയൊക്കെ അറിയായിരുന്നു. അതുപോലെ അവിടെയുള്ള ഒരു അന്തേവാസിക്കും അറിയാമായിരുന്നു. And there was another inmate who knew it. So we had a small class in carpentry. അതുകൊണ്ട് തന്നെ ഇവര് രണ്ടുപേരും കൂടി കുറച്ച് കുട്ടികളെയൊക്കെ കാർപ്പൻട്രി പഠിപ്പിക്കാൻ തുടങ്ങി. Cooking almost all the youngsters knew. എന്താണ് ഒരുവിധം എല്ലാ യങ്സ്റ്റേഴ്സിനും കുക്കിംഗ് അറിയും. കാരണം ഇന്ന് രാവിലെ ഓരോരുത്തർക്കും ഓരോ ജോലി കൊടുക്കുന്നുണ്ട്, ആ ജോലിയെല്ലാം അവരെ വ്യത്യസ്തമാക്കാൻ സാധിക്കും. All this was new to them. ഇതൊന്നും ഇത്രകാലം അവർ ചെയ്തിരുന്നതല്ല, ഇതൊക്കെ അവർക്ക് പുതുതായിരുന്നു. They had never even dreamt that they would have to learn these things someday. ഇവരൊരിക്കലും ഇതൊന്നും സ്വപ്നം കണ്ടിട്ടില്ല, എന്നെങ്കിലും തങ്ങൾക്ക് ഈ ജോലികളൊക്കെ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ സാധിക്കും എന്നൊരിക്കലും അവര് സ്വപ്നം കണ്ടിരുന്നതല്ല. For generally the only training that Indian children received in South Africa was in the 3 hours. എന്താ പറയുന്നത്? For generally the only training that ഈ ഇന്ത്യൻ ചിൽഡ്രന്, ഇന്ത്യക്കാരാണല്ലോ അതിൽ മുഴുവൻ ഉള്ളത്, അവർക്കെല്ലാം ഇത്തരം ഫീൽഡുകളിൽ തിളങ്ങാൻ സാധിച്ചത് ഇവിടെ നിന്നും കിട്ടിയ ട്രെയിനിങ് കൊണ്ട് മാത്രമാണ്. On Tolstoy farm we made it a rule that the youngsters should not be asked to do what the teachers did not do. On the Tolstoy farm we made it a rule, അതൊരു നിയമമായിരുന്നു അവിടെ, that the youngsters should not be asked to do what the teachers did not do. ടീച്ചർമാർ ചെയ്യുന്നത് മാത്രമേ കുട്ടികളും അവിടെ ചെയ്തിരുന്നുള്ളൂ. പറഞ്ഞാൽ ടീച്ചർമാർക്ക് അറിയാത്തതൊന്നും കുട്ടികൾക്കും അറിയില്ല. ടീച്ചർമാർ എന്താണോ പഠിപ്പിക്കുന്നത് അതാണ് കുട്ടികളും പഠിച്ചത്. Did not do, and therefore when they were asked to do any work there was always a teacher cooperating. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ജോലി അവരോട് ചെയ്യാൻ പറയുമ്പോൾ അവരോടൊപ്പം ഒരു ടീച്ചറും ഉണ്ടായിരിക്കും. Cooperating and actually working with them. Hence, whatever the youngsters learned, they learned cheerfully. എന്തായാലും എന്തൊക്കെയാണോ അവരവിടെ പഠിച്ചത് അതെല്ലാം അവര് നല്ല സന്തോഷത്തോടു കൂടിയാണ് മുന്നോട്ട് കൊണ്ടുപോയത്. Then here comes the questions for you. First question.
Who did most of the work in the Tolstoy farm? ആരാണ് അവിടുത്തെ ഒരുവിധം ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്? Next question. How did gardening help the inmates? How did gardening help the inmates? Gardening എങ്ങനെയാണ് അവരെ സഹായിച്ചത്? അവരുടെ ഹെൽത്ത് ഫിസിക് നല്ലതാക്കാൻ അവരെ സഹായിച്ചു. Then what helped the children develop strong physique? കുഴിയെടുക്കുക, പിന്നെന്താണ്, മരം വെട്ടുക, അതുപോലെ വിറക് എടുത്തു കൊണ്ടുവരിക, അതൊക്കെ ചെയ്തിട്ടാണ് അവരുടെ സ്ട്രോങ് ഫിസിക് ആയതെന്നാണ് പറയുന്നത്. Who assisted Gandhiji in literary training? ആരൊക്കെയായിരുന്നു ലിറ്റററി ട്രെയിനിങ്ങിന്? ഇവിടെ ഗാന്ധിജി റിലീജിയസ് ട്രെയിനിങ് ആണ് കൊടുത്തിരുന്നത്. ലിറ്റററി ട്രെയിനിങ് ആരാ ചെയ്തിരുന്നത്? ഹെർമൻ കെലൻബാച്ച് ആൻഡ് പ്രാഗ്ജി ദേശായ്. Then there were many duties assigned to the students. What were the different types of works in the Tolstoy farm? കുറേയധികം ഡ്യൂട്ടീസ് ഉണ്ടായിരുന്നു സ്റ്റുഡൻസിന് അസൈൻ ചെയ്ത് കൊടുത്തത്. എന്തൊക്കെയായിരുന്നു അവിടുത്തെ ഡ്യൂട്ടീസ്? കുക്കിംഗ്, ഗാർഡനിങ്, ലോഡിംഗ് ടിമ്പർ, അല്ലെ? ഇത്രയാണ് അതിൽ പറയുന്നത്. He wanted everyone to be industrious and hard working. ആര്? മഹാത്മാഗാന്ധി. He wanted everyone to be industrious. ആരും അലസരായിരിക്കാൻ പാടില്ല, എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുന്നവരാവണം എന്നൊരു ദൃഢനിശ്ചയം ആർക്കുണ്ടായിരുന്നു? മഹാത്മാഗാന്ധിക്ക് ഉണ്ടായിരുന്നു. ഗാന്ധിജി was a strict disciplinarian. If he did not allow anyone to skip from their duties, അല്ലെ? He did not allow anyone to skip from their duties. ആരെയും തങ്ങളുടെ ജോലിയിൽ നിന്ന് സ്കിപ്പ് ആവാൻ അദ്ദേഹം സമ്മതിച്ചിരുന്നില്ല. He made them do their duty. How did the inmates of Tolstoy farm get their literary education? പുസ്തകത്തിൽ നിന്നുള്ള സാഹിത്യപരമായിട്ടുള്ള എഡ്യൂക്കേഷൻ എങ്ങനെയാണ് അവിടുത്തെ ഇൻമേറ്റ്സിന് കിട്ടിയിരുന്നത്? എന്താ ചെയ്തത് ഗാന്ധിജി? He started some classes with the help of Mr. Kalambach and Pragji Desai. ഈ രണ്ടുപേരാണ് ലിറ്റററി എഡ്യൂക്കേഷൻ കൊടുത്തിരുന്നത്. Next question. What was obligatory for all young and old at Tolstoy farm? എന്തായിരുന്നു അവർ ചെയ്യേണ്ടിയിരുന്നത്? What was obligatory? It was their obligation, കടപ്പാട് അല്ലെങ്കിൽ സ്ഥിരം ചെയ്യുന്ന ഒരു ഡ്യൂട്ടി. എന്തായിരുന്നു? Gandhiji wanted all young and old to engage in many works. Those who were not engaged in the kitchen, എന്താ പറയുന്നത്, had to give some time to gardening. അപ്പൊ അവർക്ക് സ്കിപ്പ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. ഒരാൾക്ക് ഒന്നല്ലെങ്കിൽ വേറൊരു ജോലി കിട്ടും. Some students malingered. Malingered എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞത്? അഭിനയിച്ചു കിടക്കുക, വയ്യാന്ന് പറഞ്ഞ് അഭിനയിച്ചു കിടക്കുക. Pretended to be ill in order to escape from the duty. They malingered. Sometimes they malingered. But when he noticed such a student, when Gandhiji noticed such a student, he connived at their pranks. Sometimes he connived at their pranks. Connived means ignore. കണ്ണടയ്ക്കുക, ഞാൻ കണ്ടില്ലെന്ന് നടിക്കുക. അത് അവരുടെ തമാശയായി കണ്ട് കണ്ടില്ലെന്ന് പലപ്പോഴും നടിക്കാറുണ്ട്. എന്നാൽ but often he was strict to them. എപ്പോഴും അങ്ങനെയല്ല, ചിലപ്പോഴെല്ലാം സ്ട്രിക്റ്റ് ആവാറുണ്ട്. The students were normally agitated. അല്ലെ? നിങ്ങൾക്കും അങ്ങനെ തന്നെയല്ലേ? സ്ട്രിക്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ വല്ലാതെ മടുപ്പാവും നിങ്ങൾക്ക്, അല്ലെ? കണ്ടില്ലേ? ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കാന്ന് പറയുമ്പോഴേക്കും എല്ലാവരും ഓടി വിളിക്കുന്നത്, അതാണ് അജിറ്റേഷൻ എന്ന് പറയുന്നത്. സ്റ്റുഡൻസ് were normally agitated. ഒന്നും സ്ട്രിക്റ്റ് ആയി പറയുന്നത് സ്റ്റുഡൻസിന് ഇഷ്ടമല്ല. They didn't like to, but they didn't disobey them.
നിങ്ങളെ പോലെ അല്ലാട്ടാ. നിങ്ങളോട് എത്ര പറഞ്ഞാലും നിങ്ങൾ വീഡിയോ ഓൺ ആക്കില്ല, ക്വസ്റ്റ്യൻ ഉത്തരം പറയില്ല, ക്വസ്റ്റ്യൻ സെഷനിൽ തന്നെ ഇരിക്കാൻ കൂട്ടാക്കില്ല. പക്ഷെ ഇവിടെ ഓടി ഒളിക്കാൻ ശ്രമിച്ചാലും ഒരിക്കലും ഗാന്ധിജിയെ അനുസരിക്കാതിരുന്നിട്ടില്ല അവര്. How did the inmates of the farm get their literacy education? Literary education അവർക്ക് കിട്ടിയിരുന്നത് എങ്ങനെയാണ്? Gandhiji started some classes with the help of Mr. Kallenbach and Sri Pragji Desai. അവരുടെ ഹെൽപ്പോട് കൂടിയാണ് ലിറ്റററി ക്ലാസുകൾ നടത്തിയത്. What was obligatory for all, young and old at Tolstoy farm? എന്തായിരുന്നു അവരുടെ കടമകൾ? ചെറുതായാലും വലുതായാലും എല്ലാവർക്കും അവിടെ ഓരോ കടമകൾ ചെയ്യാനുണ്ടായിരുന്നു. Gandhiji wanted all young and old to engage in manual work. ശരീരം കൊണ്ട് കഴിയുന്ന വർക്കുകൾ ചെയ്യണം എന്നായിരുന്നു ഗാന്ധിജിയുടെ തീരുമാനം. അതുകൊണ്ട് തന്നെ അതായിരുന്നു അവരുടെ ഒബ്ലിഗേഷൻ. ഒരാൾക്ക് എന്താണ്, the kitchen had to give some time to those who were not engaged in the kitchen. അല്ലെ, ഇന്നിപ്പോ കിച്ചണിൽ ഇല്ലാത്തവര് എന്ത് ചെയ്യണം? ഗാർഡനിങ്ങിന് ചെല്ലണം. ഗാർഡനിങ്ങിന് ഇല്ലാത്തവര് കിച്ചണിൽ കയറണം. Every job has its own dignity. അല്ലെ, എല്ലാ ജോലിക്കും അതിൻ്റെതായ ഡിഗ്നിറ്റി ഉണ്ട്. Then this is the value that Gandhiji want to impart. ഇതാണ് തന്റെ ഡിസൈപ്പിൾസിലേക്ക് ഗാന്ധിജി എത്തിക്കാൻ ഇഷ്ടപ്പെട്ട എന്താണ് വാല്യൂ. എല്ലാ ജോലിക്കും അതിൻ്റെതായ ഡിഗ്നിറ്റി ഉണ്ട്. അങ്ങനെ എന്ത് ചെറിയ ജോലിയായാലും അതിന് അതിൻ്റെതായ ഡിഗ്നിറ്റി ഉണ്ട്. One of the incident in the life of Abraham Lincoln. Who was Abraham Lincoln? He was the first president of America. He abolished slavery in America. Once, when he was polishing his shoes, a person came to him and asked him, "Why you polish your shoes? Why are you doing this? You are the president." എന്താ പറയുന്നത്? അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന എബ്രഹാം ലിങ്കൺ ഒരു ദിവസം ഷൂ പോളിഷ് ചെയ്യാണ്. തന്റെ ഷൂ പോളിഷ് ചെയ്യുന്ന നേരത്ത് ഒരാൾ വന്നപ്പോ ഒരാൾ അത് കണ്ടു. അപ്പൊ ചോദിക്കുകയാണ്, നിങ്ങള് പ്രസിഡന്റ് അല്ലേ, നിങ്ങൾ എന്തിനാ നിങ്ങൾ ഷൂ പോളിഷ് ചെയ്യണം? ആരെ കൊണ്ടെങ്കിലും ചെയ്യിച്ചൂടെ എന്നുള്ളതാണ് അവിടെ ചോദ്യം. അപ്പൊ എന്താണ് പ്രസിഡന്റ് പറഞ്ഞത്? എന്റെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. എന്താ ഈ ജോലി ചെയ്താൽ ഞാൻ പ്രസിഡന്റ് അല്ലാതെ ആവും? Whenever you do a work for yourself, do not assign anyone to do that. നിങ്ങളുടേതായ ജോലികൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കേണ്ടതല്ല പറയുന്നത്. നിങ്ങൾ ചെയ്യേണ്ടുന്ന ജോലികൾ, നിങ്ങളുടെ ജോലികൾ നിങ്ങൾ തന്നെ ചെയ്യുക. അതുകൊണ്ട് ഒരു കുറച്ചിലും ഇല്ല എന്നാണ് പറയുന്നത്. Do it yourself. You should be independent. Don't depend on anyone. നമ്മളുടെ ജോലി മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ നമ്മൾ അയാളെ ആശ്രയിക്കുകയാണ്. അത് പാടില്ല. ഒരാളെയും ആശ്രയിക്കാതെ ജീവിക്കാൻ നമ്മൾ പഠിക്കണം. അങ്ങനെയാവുമ്പോ എന്താണ്, എല്ലാ ജോലികളും നമുക്ക് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ എല്ലാ ജോലികളും എല്ലാ ഇൻമേറ്റ്സിനെ കൊണ്ടും ചെയ്യിക്കുന്നത്. Be free from fear and laziness. അയ്യോ അത് ചെയ്താൽ ശരിയാവണാവോ, അല്ലെങ്കിൽ എനിക്ക് വയ്യ, വേറൊരാൾ ചെയ്യട്ടെ, എനിക്ക് പകരം മറ്റൊരാൾ ചെയ്യട്ടെ എന്ന് ചിന്തിക്കാൻ പാടില്ല. Be free from fear and laziness. This was what Gandhi want to instill in them. ഈ ഒരു ആറ്റിറ്റ്യൂഡ് ആണ് അവരുടെ മനസ്സിൽ നിറയ്ക്കാൻ ഗാന്ധിജി ഇഷ്ടപ്പെട്ടത്. Then this paragraph tells us how Gandhiji unconsciously taught the dignity of labor. അല്ലെ, അവരോട് പറഞ്ഞിട്ടല്ല, ഓരോ ജോലിയും ചെയ്യാൻ പഠിക്കുന്നതിലൂടെ ഡിഗ്നിറ്റി ഓഫ് ലേബറിനെ കുറിച്ച് പഠിപ്പിക്കാനാണ് ഗാന്ധിജി മുതിർന്നത്. Taught the dignity of labor.
That is the essential part of our life. Dignity of labor ആണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. Every job has its own value. അല്ലേ? നമ്മൾ ഇതൊക്കെ പഠിച്ചു, എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ജോലിയൊന്നും കിട്ടാതെ വീട്ടിലിരിക്കുകയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഞാൻ ഇത്രയൊക്കെ പഠിച്ചില്ലേ, ഇത്ര മതി എന്നുള്ള ചിന്തയല്ല. വൈറ്റ് കോളർ ജോലി കിട്ടിയാൽ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ എന്ന് നമ്മൾ ശഠിക്കാൻ പാടില്ല. എന്ത് ജോലി കിട്ടിയാലും ചെയ്യാൻ തയ്യാറാവും. കാരണം എന്താണ്? എല്ലാ ജോലിക്കും അതിൻ്റെതായ dignity ഉണ്ട്. Gandhiji believed a lot in dignity of labor, both in word and deed. എന്താണ്? വർത്താനം പറയുന്നതിൽ കൂടെ മാത്രമല്ല, ചെയ്യുന്നതിൽ കൂടെയും ഡിഗ്നിറ്റി നിലനിർത്താൻ ഗാന്ധിജി ശ്രമിച്ചു. All types of jobs are respected equally and all occupation is considered superior. എല്ലാം നല്ല ജോലികളാണ്, ഒന്നും ഒന്നിനേക്കാൾ മോശമല്ല എന്ന് തന്നെ അദ്ദേഹം കരുതുന്നു. Here we can wind up our class. Till the next class. Bye.